ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഓവർ സബ്സ്ക്രിപ്ഷൻ്റെ സെക്കൻഡ് ഓൾട്ടർനേറ്റീവാണ്. നിങ്ങൾക്കറിയാം, ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഷെയർസ് ഓഫേർഡിനേക്കാൾ കൂടുതൽ അപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യുന്ന അവസ്ഥയെയാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. 10,000 ഷെയർ ഉണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അപ്ലിക്കേഷൻസ് കിട്ടുക. അങ്ങനെ നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് കൂടുതലായിട്ട് റിസീവ് ചെയ്യുമ്പോൾ അത്തരം ഓവർ സബ്സ്ക്രിപ്ഷൻ അവസ്ഥ വരുന്ന സമയത്ത് കമ്പനി ഡയറക്ടേഴ്സിന് ചില ഓൾട്ടർനേറ്റീവ് ഡിസിഷൻസ് എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഇഫ് ദ ആർട്ടിക്കിൾസ് പ്രൊവൈഡ് സോ, ആർട്ടിക്കിൾസ് അങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്ടേഴ്സിന് എന്ത് ചെയ്യാം? ഒന്നാമത്തെ ഓൾട്ടർനേറ്റീവ് ഉണ്ട്, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തു. അതെങ്ങനെയാണ്? ആദ്യം വരുന്ന അപ്ലിക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഇഷ്യൂ ചെയ്യാം. ആദ്യം വരുന്ന അപ്ലിക്കേഷൻസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള അപ്ലിക്കേഷൻസ് റിട്ടേൺ ചെയ്യേണ്ടി വരും, റിജക്റ്റ് ചെയ്യേണ്ടി വരും. ബാക്കി എത്ര അപ്ലിക്കേഷൻസ് വന്നാലും നമുക്ക് എന്ത് ചെയ്യാം? റിജക്റ്റ് ചെയ്യാം, റിട്ടേൺ ചെയ്യാം. അതാണ് ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്കൻഡ് ഓൾട്ടർനേറ്റീവാണ്. സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ഇഷ്യൂ ഓഫ് ഷെയർസ് പ്രൊപ്പോർഷനേറ്റ്ലി. The process is called pro rata allotment. If a company received over subscription or share applications over and above the shares offered, ഒരു കമ്പനിക്ക് അവർ ഓഫർ ചെയ്ത ഷെയറിനേക്കാൾ കൂടുതൽ അപ്ലിക്കേഷൻസ് റിസീവ് ചെയ്താൽ ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യാം? പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യാം. പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാമ്പിൾ പറയാം. നമ്മുടെ കയ്യിൽ 100 ഷെയർ ആണുള്ളത്, നമുക്ക് 200 ഷെയറിന് അപ്ലിക്കേഷൻസ് കിട്ടി. ഓൾമോസ്റ്റ് ഇരട്ടിയാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ അപ്ലിക്കേഷൻസിൻ്റെ പകുതിയെ നമ്മുടെ കയ്യിൽ ഓഫർ ചെയ്യാനുള്ളൂ, പകുതി ഷെയർസേ നമ്മുടെ കയ്യിലുള്ളൂ. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? 50% ആണ് ഓരോ വ്യക്തിക്കും കൊടുക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ അപ്ലിക്കേഷനെ നമുക്ക് എന്ത് ചെയ്യാം? 50% പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എന്ത് ചെയ്യാം? അലോക്കേറ്റ് ചെയ്യാം, അലോട്ട് ചെയ്യാം. ആ അലോട്ട്മെൻറ്റിനെയാണ്, അല്ലെങ്കിൽ എന്താണ്, ഇഫ് എ കമ്പനി അലോട്ട് ഷെയർസ് പ്രൊപ്പോർഷനേറ്റ്ലി ദെൻ ഇറ്റ് ഈസ് കോൾഡ് പ്രോ റാറ്റ അലോട്ട്മെൻറ്റ്. ഒരു കമ്പനി പ്രൊപ്പോർഷനേറ്റായിട്ട് അലോട്ട് ചെയ്യുകയാണെങ്കിൽ ആ അലോട്ട്മെൻറ്റിനെ പറയുന്ന പേരാണ് പ്രോ റാറ്റ അലോട്ട്മെൻറ്റ്. നമുക്കൊരു എക്സാമ്പിളിലൂടെ കുറച്ചുകൂടി വിശദമായിട്ട് വ്യക്തമായിട്ട് നോക്കാം. ഒരു കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാനുള്ള, ഓഫർ ചെയ്യാനുള്ള 10,000 ഷെയറാണ്. ആ കമ്പനിക്ക് റിസീവ് ചെയ്തിട്ടുള്ള 20,000 അപ്ലിക്കേഷൻസാണ്. അപ്പോൾ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചു 50% പ്രൊപ്പോർഷനേറ്റായിട്ട് എന്ത് ചെയ്യാം? ഇഷ്യൂ ചെയ്യാം. അതല്ലെങ്കിൽ 2:1 എന്നുള്ള രീതിയിൽ ഷെയർസ് അലോട്ട് ചെയ്യാം. എത്ര അപ്ലിക്കേഷൻസ് അയച്ചോ അവർക്കൊക്കെ പകുതി ഷെയർസ് ഇഷ്യൂ ചെയ്യാം. 1000 ഷെയർ അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്ക് 500 ഷെയർ കിട്ടും. 2000 ഷെയർ അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്ക് 1000 ഷെയർ കിട്ടും. ഇങ്ങനെ പ്രൊപ്പോർഷനേറ്റായിട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നതിനെയാണ് പ്രോ റാറ്റ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതാണ് സെക്കൻഡ് ഓൾട്ടർനേറ്റീവ്. അപ്പോൾ എന്താണ് പ്രോ റാറ്റ അലോട്ട്മെൻ്റ് എന്ന് കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് പ്രൊപ്പോർഷനേറ്റ്ലി ഈസ് നോൺ ആസ് പ്രോ റാറ്റ അലോട്ട്മെൻറ്റ്. ഇനി നമുക്കിത് കുറച്ചുകൂടി വ്യക്തമാകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, കുട്ടികളെ ശ്രദ്ധിക്കുക. എക്സാമ്പിൾ ഇല്ലസ്ട്രേഷൻ 12 ആണ്, പേജ് നമ്പർ 100. എ ലിമിറ്റഡ് കമ്പനി ഇൻവൈറ്റഡ് അപ്ലിക്കേഷൻസ് ഫോർ 1 lakh equity shares of ₹10 each payable as under. On application ₹2 per share. On allotment ₹3 per share. On first call
₹2 per ഷെയർ. അതിൻ്റെ ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുന്നു 2 months ആഫ്റ്റർ അലോട്ട്മെൻറ്റ്. 2 മാസം കഴിഞ്ഞിട്ടാണ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് കോൾ വിളിക്കുന്നത്. ഓൺ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ₹3 per ഷെയർ. അതിൻ്റെ ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുന്നു 2 months ആഫ്റ്റർ ഫസ്റ്റ് കോൾ. ഫസ്റ്റ് കോൾ കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ വിളിക്കുന്നത്. ഇതിനടുത്ത പാരഗ്രാഫ്, അപ്ലിക്കേഷൻസ് were received for 2 lakh shares on 1st January 2010 and allotment was made on 1st February 2019. ഇത് പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. 1st January 2010 അല്ല, 19 തന്നെയാണ്. അതങ്ങനെ തിരുത്തി വായിക്കണം കുട്ടികൾ. The directors decided to make a pro rata allotment of 50% of the shares applied for by every applicant. To apply the balances of application money towards amount due on allotment and to refund the amount remaining thereafter. അപ്പോൾ അപ്ലിക്കേഷൻസിനെ 50% അലോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ആരൊക്കെ എത്രയ്ക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ പകുതി കൊടുക്കുക. എക്സസ് അപ്ലിക്കേഷൻ മണി ഉണ്ടെങ്കിൽ അത് അലോട്ട്മെൻറ്റിലേക്ക് മാറ്റുക. എന്നിട്ടും ബാക്കിയുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാം. അടുത്ത പാരഗ്രാഫായിട്ട്, പാസ് ജേണൽ എൻട്രി ഇൻ ദ ബുക്സ് ഓഫ് ദ കമ്പനി ടു റെക്കോർഡ് ദീസ് ഷെയർ ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസ് അസ്യൂമിങ് ദാറ്റ് അലോട്ട്മെൻറ്റ് ആൻഡ് കോൾ മണി വേർ റിസീവ്ഡ് വിത്തിൻ 15 days ഓഫ് മേക്കിംഗ് അലോട്ട്മെൻറ്റ് ആൻഡ് കോൾസ്. 15 ദിവസത്തിന് ശേഷമാണ് നമുക്ക് പൈസ കിട്ടുന്നത്. അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ഡേറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഇനി നമുക്കിത് ബോർഡിൽ വർക്ക് ചെയ്യാം. ബോർഡിലേക്ക് പോകാം. ഇപ്പോൾ സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള പ്രോറാറ്റ അലോട്ട്മെൻറ്റ് നമുക്ക് ചെയ്യാം. പ്രോറാറ്റ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അലോട്ട്മെൻറ്റ് മെയ്ഡ് പ്രൊപ്പോർഷനേറ്റ്ലി ഒക്കെ നേരത്തെ പറഞ്ഞതാണ്. നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യം അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്നത് January 1 ഇഷ്യൂ നടത്തുന്നത്. 1st January. അപ്പോൾ ഡേറ്റ് എഴുതാം. January 1, 2010. തെറ്റി എഴുതിയിട്ടുള്ളതാണ്, 2019 ആണ്. പ്രിൻ്റ് തെറ്റി വന്നിട്ടുള്ളതാണ്. അപ്പോൾ 1st January 2019 സാധാരണ പോലെ ജേണൽ എൻട്രി എഴുതുക. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് റിയൽ അപ്ലിക്കേഷൻ മണി എത്രയാണ് കിട്ടിയത്? 2 ലക്ഷം ഷെയറിനാണ് അപ്ലിക്കേഷൻ മണി വന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് എഴുതുക, വേറെ ഒന്നും സംശയിക്കേണ്ട ആവശ്യമില്ല. 2 lakhs ഇൻറ്റു അപ്ലിക്കേഷൻ മണി എത്രയാണ്? 2 lakhs ഇൻറ്റു ₹2 per ഷെയർ. അപ്പോൾ 2 ലക്ഷത്തിനാണ് നമുക്ക് അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തിട്ടുള്ളത്. അതേസമയം 1 ലക്ഷം ഷെയർസാണ് ആകെയുള്ളൂ. അപ്പോൾ അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് കിട്ടിയ അപ്ലിക്കേഷൻ മണി നമ്മൾ എന്ത് ചെയ്യുന്നു? ബാങ്കിൽ അപ്ലിക്കേഷൻ മണി വന്നിട്ടുണ്ട്. എത്ര ലക്ഷം രൂപയാണ്? 4 lakh rupees ആണ്. 2 ലക്ഷം ഷെയറിന് 2 രൂപ വെച്ച്. അതെന്തായിട്ടാണ് കിട്ടിയിട്ടുള്ളത്? 2 ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട്. $4 lakh. Narration being application money received on 2 lakh shares. 2 ലക്ഷം ഷെയറിന് അപ്ലിക്കേഷൻ മണി കിട്ടി. ഇനി ഡയറക്ടേഴ്സ് ചെയ്യുന്നത് ഈ 2 ലക്ഷം അപ്ലിക്കേഷൻസിനെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% അവരെന്ത് ചെയ്യുന്നു? ഇഷ്യൂ ചെയ്യുന്നു. അല്ലെങ്കിൽ 2:1 അവരെന്ത് ചെയ്യുന്നു? ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ 2 ലക്ഷം ഷെയർ അപ്ലിക്കേഷനെ 1 ലക്ഷം ഷെയർസ് അവർ ഇഷ്യൂ ചെയ്യുന്നു. ദെൻ ഇഷ്യൂ ചെയ്യുന്നത് എപ്പോഴാണ്? ഇഷ്യൂ ചെയ്യുന്നത് February 1 അലോട്ട്മെൻറ്റ് ഡ്യൂ ആവുന്നത്. ആ February 1 തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? ഈ അപ്ലിക്കേഷൻ മണി ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റാൻ സാധിക്കുള്ളൂ.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് എക്സസ് അപ്ലിക്കേഷൻ മണി ടു ബി അഡ്ജസ്റ്റഡ് വിത്ത് അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആൻഡ് ഇഫ് എനി ബാലൻസ് റിട്ടേൺഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. അപ്ലിക്കേഷൻ മണി എന്ത് ചെയ്യണം? എക്സസ് അപ്ലിക്കേഷൻ മണി അലോട്ട്മെൻറ്റിലേക്ക് മാറ്റുകയും ദെൻ അലോട്ട്മെൻറ്റിലേക്ക് മാറ്റിയതിന് ശേഷവും ബാലൻസ് ഉണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക, അത് റിട്ടേൺ ചെയ്യുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫെബ്രുവരി 1 തീയതിയാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അതുകൊണ്ട് ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റുന്ന തീയതിയും എന്ത് തന്നെയാണ്? ഫെബ്രുവരി 1 തീയതി തന്നെയാണ്. അപ്പോൾ ജേണൽ എൻട്രി ഇങ്ങനെയാണ് എഴുതുക. ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ 4 lakh to ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? ഷെയർ ക്യാപിറ്റലിലേക്ക് റിയൽ ഷെയർസ് ആണ് മാറ്റുന്നത്. 1 lakh into ₹2. 1 lakh into ₹2, that is 2 lakh. അപ്പോൾ എക്സസ് അപ്ലിക്കേഷൻ മണി നമുക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ടോട്ടൽ അപ്ലിക്കേഷൻ മണി നമുക്ക് റിസീവ് ചെയ്തിട്ടുള്ളത് 4 ലക്ഷം രൂപയാണ്. അതിൽ നിന്ന് 2 ലക്ഷം രൂപ, അതായത് റിയൽ ഷെയർസ് 1 lakh ആണ്. റിയൽ ഷെയർസിൻ്റെ അപ്ലിക്കേഷൻ മണി നമ്മൾ എവിടേക്ക് മാറ്റി? ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ദാറ്റ് ഈസ് 1 lakh into ₹2. ബാക്കി എത്രയുണ്ട്? ബാക്കി 2 ലക്ഷം രൂപ കൂടിയുണ്ട്. ആ എക്സസ് എമൗണ്ട് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? ടു ഷെയർ അലോട്ട്മെൻറ്റ്. ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. അലോട്ട്മെൻറ്റ് അക്കൗണ്ട് എന്ന് എഴുതി നമ്മൾ എന്ത് ചെയ്യണം? ഏകദേശം അലോട്ട്മെൻറ്റ് മണി എത്രയുണ്ടെന്ന് നോക്കണം. കാരണം അലോട്ട്മെൻറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞ് വീണ്ടും എക്സസ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? റിട്ടേൺ ചെയ്യണം. അപ്പോൾ അലോട്ട്മെൻറ്റ് മണി 3 രൂപയാണ്. 1 lakh into ₹3 എത്രയാണ്? 3 lakh ആണ് വരിക. ഇവിടെ ബാക്കി എത്രയേ ഉള്ളൂ? 2 lakh ഉള്ളൂ. അപ്പോൾ എക്സസ് അപ്ലിക്കേഷൻ മണി അലോട്ട്മെൻറ്റിലേക്ക് മാറ്റുന്നതോടുകൂടി കഴിയുകയാണ്. അപ്പോൾ ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? 4 ലക്ഷമാണ് നമുക്ക് കിട്ടിയത്. അതിൽ നിന്ന് 2 ലക്ഷം നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ബാക്കിയുള്ള ബാലൻസ് 2 lakhs നമ്മൾ എവിടേക്ക് മാറ്റുന്നു? അലോട്ട്മെൻറ്റിലേക്ക് മാറ്റുന്നു. നരേഷ് എഴുതുന്നത് എന്താണ്? ബീയിങ് അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫേർഡ് ടു capital and excess application money adjusted with എന്താണ്? അലോട്ട്മെൻറ്റ്. അപ്പോൾ എന്താ പറഞ്ഞത്? നരേഷ് എഴുതുന്നത് എന്താണ്? ബീയിങ് അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ ആൻഡ് എക്സസ് അപ്ലിക്കേഷൻ മണി അഡ്ജസ്റ്റഡ് വിത്ത് അലോട്ട്മെൻറ്റ്. ഞാനൊന്നുകൂടി പറയാം. നമുക്ക് 2 ലക്ഷം ഷെയറിന് അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തു. പക്ഷേ നമ്മുടെ കയ്യിൽ ആകെ 1 ലക്ഷം ഷെയർസേ ഉള്ളൂ. ഓൾമോസ്റ്റ് 50% മാത്രമേ നമ്മുടെ കയ്യിൽ എന്തുള്ളൂ? ഷെയർസ് ഉള്ളൂ. The directors decided to issue these shares on a pro rata basis, that is 2:1 basis or 50% of total application. ടോട്ടൽ അപ്ലിക്കേഷൻ്റെ 50% അല്ലെങ്കിൽ 2:1 എന്നുള്ള റേഷ്യോയിലോ ഡയറക്ടേഴ്സ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. കാരണം 2 ലക്ഷം അപ്ലിക്കേഷൻസ് ഉണ്ട്, അതിലാകെയുള്ള ഷെയർസ് 1 ലക്ഷമാണ്. അങ്ങനെ അപ്ലൈ ചെയ്ത ഷെയർസിൻ്റെ പകുതി ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നു. ദെൻ അവിടെ എന്തുണ്ടാവുന്നു? 50% അപ്ലിക്കേഷൻ മണി എക്സസ് ആയിട്ടുണ്ട്. അതല്ലെങ്കിൽ 1 ലക്ഷം ഇൻറ്റു 2 ലക്ഷം രൂപ എക്സസ് അപ്ലിക്കേഷൻ മണി ഉണ്ട്. ഈ 2 ലക്ഷം രൂപ എക്സസ് അപ്ലിക്കേഷൻ മണി എവിടേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക? അലോട്ട്മെൻറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. ബാക്കിയുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അലോട്ട്മെൻറ്റ് മണി തന്നെ 3 lakh വരും. അപ്പോൾ അവിടെ അലോട്ട്മെൻറ്റ് മണി തന്നെ തികയില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ബാലൻസ് എന്നുള്ളൊരു പ്രശ്നം അവിടെ വരുന്നില്ല. 4 lakh rupees 2 ലക്ഷം രൂപ നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്കും
എക്സസ് അപ്ലിക്കേഷൻ മണിയായിട്ടുള്ള 2 ലക്ഷം രൂപ ഷെയർ അലോട്ട്മെൻറ്റിലേക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ദെൻ അടുത്തത് സാധാരണ പോലെ ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫെബ്രുവരി 1-ാം തീയതി തന്നെയാണ്, സെയിം ഡേറ്റിന് തന്നെയാണ് ഷെയർ അലോട്ട്മെൻറ്റ് ഡ്യൂ ആക്കുന്നു. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ. ഇതിൽ നിന്ന് യാതൊരു മാറ്റവും ഒക്കെ ആസ് ഓർഡിനറി കേസാണ്. 1 lakh ഷെയർസ് ആണ്. ₹3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് 3 lakh. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എത്രയാണ്? ₹3 lakh. 3 ലക്ഷം രൂപ ഷെയർ അലോട്ട്മെൻറ്റ് ഡ്യൂ ആക്കി എത്രയാണ്? 3 lakh ആണ്. ദെൻ നരേഷ് എഴുതുന്നു ബീയിങ് ഷെയർ അലോട്ട്മെൻറ്റ് ഡ്യൂ. ബീയിങ് ഷെയർ അലോട്ട്മെൻറ്റ് ഡ്യൂ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് 3 ലക്ഷം രൂപയാണ് അലോട്ട്മെൻറ്റ് ഡ്യൂ ആയിട്ടുള്ളത് അല്ലേ? അതിൽ ഓൾറെഡി 2 ലക്ഷം രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഓൾറെഡി 2 lakhs കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള 1 ലക്ഷം രൂപ മാത്രം എവിടെ നിന്ന് മാറ്റിയാൽ മതി? ഇവിടെ നിന്ന് വാങ്ങിയാൽ മതി. അല്ലെങ്കിൽ എന്താണ്, ബാക്കിയുള്ള 1 lakh rupees മാത്രമേ നമുക്ക് വാങ്ങേണ്ടുന്ന ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ എന്താണ്, റിസീവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ദെൻ എന്താണ്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. ബ്രാക്കറ്റിൽ എഴുതുക 3 lakh ആണ് നമുക്ക് റിസീവ് ചെയ്യേണ്ടുന്ന ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട്. അതിൽ 2 lakh ഓൾറെഡി റിസീവ്ഡ് ആണ്. അത് കഴിച്ച് 3 lakh മൈനസ് 2 lakh ദാറ്റ് ഈസ് എത്രയാണ്? 1 ലക്ഷം രൂപയാണ് എമൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് 1 lakh. നരേഷ് എഴുതുന്നത് എന്താണ്? ബീയിങ് ബാലൻസ് അലോട്ട്മെൻറ്റ് മണി റിസീവ്ഡ്. ബാലൻസ് അലോട്ട്മെൻറ്റ് മണി റിസീവ്ഡ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് കോള് ഡ്യൂ ആക്കാം. അപ്പം ഇതിൽ ഫെബ്രുവരി 1 ആണ് എന്ത് ചെയ്യുന്ന, അലോട്ട്മെൻറ്റ് മേക്ക് ചെയ്യുന്നു. മനസ്സിലായോ? അലോട്ട്മെൻറ്റ് മെയ്ഡ്. ദെൻ എന്താണ്, പ്രോറാറ്റ് അലോട്ട്മെൻറ്റിൽ മേക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇനി നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് എന്താണ്, ഫസ്റ്റ് കോള് ഡ്യൂ ആക്കുക, ദെൻ ഫസ്റ്റ് കോള് കളക്ട് ചെയ്യുക, ദെൻ ഫൈനൽ കോൾ ഉണ്ടെങ്കിൽ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ഉണ്ടെങ്കിൽ അത് ഡ്യൂ ആക്കുക, അത് കളക്ട് ചെയ്യുക. അവിടെ ഒന്നും ഈ പ്രോറാറ്റയുടെ ഒരു ഇഷ്യൂ വരുന്നില്ല. ആസ് യൂഷ്വൽ സാധാരണ പോലെ ചെയ്തു പോകുക എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ബോർഡ് ക്ലീൻ ചെയ്തിട്ട് അടുത്ത ജേർണൽ എൻട്രിയിലേക്ക് പോകാം. ദെൻ നമുക്ക് ഫസ്റ്റ് കോള് ഡ്യൂ ആക്കാം. ഫസ്റ്റ് കോള് ഡ്യൂ ആക്കുന്നതിന് ഓരോ കോളും അല്ലെങ്കിൽ അലോട്ട്മെൻറ്റും കോളും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 2 മാസമാണ്. അപ്പോൾ ഫെബ്രുവരി 1-ാം തീയതിയാണ് അലോട്ട്മെൻറ്റ് ഡ്യൂ ആക്കിയത്. അപ്പോൾ ഏപ്രിൽ 1-ാം തീയതിയാണ് ഫസ്റ്റ് കോൾ ഡ്യൂ ആക്കേണ്ടത്. ഇയർ ഞാൻ നേരത്തെ എഴുതിയതാണ്, പക്ഷേ മാച്ച കാരണം കൊണ്ട് വീണ്ടും എഴുതുന്നു. മറ്റൊരു കാര്യം, ക്യാഷ് കിട്ടുന്നത് നമ്മൾ നേരത്തെ അലോട്ട്മെൻറ്റ് റിസീവ്ഡ് കാണിച്ചത് ഡേറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ സെയിം ഡേറ്റ് തന്നെയാണ്. പക്ഷേ ക്യാഷ് റിസീവ് ചെയ്യുന്ന കോൾ ഡ്യൂ ആവുന്ന ഡേറ്റ് കഴിഞ്ഞ് 15 ദിവസത്തിന് ശേഷമാണെന്ന് പ്രത്യേകിച്ച് ഏറ്റവും അവസാനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏപ്രിൽ 1-ാം തീയതി ഫസ്റ്റ് കോൾ ഡ്യൂ ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് കോളിൻ്റെ എമൗണ്ട് കിട്ടുന്നു, അല്ലെങ്കിൽ എമൗണ്ട് റിസീവ്ഡ് എഴുതുമ്പോൾ ഏപ്രിൽ 15th ആണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. ഫസ്റ്റ് കോൾ ഡ്യൂ ആക്കാം നമുക്ക്. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റർ. ഫസ്റ്റ് കോൾ 2 രൂപ തന്നെയാണ്. അപ്പോൾ 1 lakh. 1 lakh into ₹2, that is 2 lakh. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഡ്യൂ ആക്കുന്ന ജേർണൽ എൻട്രി ആകുമ്പോൾ ടു ഷെയർ ക്യാപിറ്റൽ 2 lakh. നരേഷൻ ബീയിങ്
ഷെയർ ഫസ്റ്റ് കോൾ ഡ്യൂ കഴിഞ്ഞു. അടുത്തത് ഏപ്രിൽ 15-നാണ്, 15 ദിവസം കഴിഞ്ഞിട്ടാണ് റിസീവ് ചെയ്യുന്നത് എന്ന് പറയുന്നു. അതുകൊണ്ട് ഏപ്രിൽ 15. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, പിന്നെ അതിൽ വലിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 2 lakh to bank account debtor to 2 lakh to share first call account. First call account 2 lakh. Narration being share first call money received. ഷെയർ ഫസ്റ്റ് കോൾ മണി റിസീവ്ഡ്. ഇനി ഏപ്രിൽ 1-ാം തീയതി കഴിഞ്ഞ് 2 മാസം. അപ്പോൾ എന്താണ്, ഏപ്രിൽ മെയ് കഴിഞ്ഞ് ജൂൺ 1-ാം തീയതി സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ഡ്യൂ ആക്കുന്നു. ജൂൺ 1 ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ. Denomination 1 lakh into rupees 3. That is 3 lakh. 2 share capital account 3 lakh. Narration being share second and final call due. സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ഡ്യൂ ആയി. ഇനി 15 ദിവസത്തിന് ശേഷം ആഫ്റ്റർ 15 days ജൂൺ 15th ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 3 lakh to share second and final call account എന്ന് എഴുതിയാലും മതി, അല്ലെ മണി അക്കൗണ്ട് എന്തായാലും കുഴപ്പമില്ല. 3 lakh. നരേഷൻ ബീയിങ് ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ മണി റിസീവ്ഡ്. അപ്പോൾ അതോടുകൂടി ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ഒരു 3 ജേണൽ എൻട്രി അലോട്ട്മെൻറ്റ് റിസീവ് ചെയ്യുന്നത് വരെയുള്ള ജേണൽ എൻട്രിയിലാണ് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഇത് സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് ആണ്. സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് പ്രോറാറ്റ അലോട്ട്മെൻ്റ് ആണ്. നമുക്ക് കിട്ടിയ അപ്ലിക്കേഷൻസ് വെച്ച് പ്രൊപ്പോർഷനേറ്റായിട്ട് നമുക്കുള്ള ഷെയർസ് ടോട്ടൽ അപ്ലിക്കേഷൻസിലേക്കായിട്ട് പ്രൊപ്പോർഷനേറ്റായിട്ട് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് പ്രൊപ്പോർഷനേറ്റ്ലി, ആൻഡ് ഇറ്റ് ഈസ് കോമൺലി നോൺ ആസ് പ്രോറാറ്റ അപ്പോർഷൻമെൻറ്റ് ഓർ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ഹെഡ് ഈസ് തേർഡ് ഓൾട്ടർനേറ്റീവ് in the case of over subscription. Third alternative is a combination of the above 2 methods, that is pro rata apportionment or allotment and excess application rejection method. അപ്പോൾ ആദ്യത്തെ മെത്തേഡായിട്ട് നമ്മൾ പഠിച്ചു ടോട്ടൽ നമ്പർ ഓഫ് അപ്ലിക്കേഷൻസിൽ റിയൽ ഷെയർസ് അലോട്ട് ചെയ്യുക, ദെൻ എക്സസ് അപ്ലിക്കേഷൻ മണി റിജക്റ്റ് ചെയ്യുക. അതാണ് ഫസ്റ്റ് മെത്തേഡ്. അപ്പോൾ ആദ്യം വരുന്ന അപ്ലിക്കേഷൻസൊക്കെ അലോട്ട്മെൻറ്റ് നടത്തുക, എക്സസ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് റിജക്റ്റ് ചെയ്യുക. അതാണ് ഫസ്റ്റ് മെത്തേഡ്.
സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന അപ്ലിക്കേഷൻസിലേക്ക് നമ്മുടെ കയ്യിലുള്ള ഷെയർസ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്യാം. ഷെയർസ് അലോട്ടഡ് ഓൺ എ പ്രൊപ്പോർഷനേറ്റ് ബേസിസ്, then it is known as pro rata allotment. തേർഡ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഷെയർസ് 10,000 ആണെന്ന് അസ്യൂം ചെയ്യാം. നമുക്ക് കിട്ടിയിട്ടുള്ള അപ്ലിക്കേഷൻസ് 22,000 ആണ്. അപ്പോൾ നമ്മളോട് പറയുന്നു 2,000 ഷെയർ നമ്മൾ എന്ത് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യുന്നു. ബാക്കിയുള്ള 20,000 ഷെയറിനെ 50% ഷെയറാണ് നമ്മുടെ കയ്യിലുള്ളൂ. ബാക്കിയുള്ള 20,000 അപ്ലിക്കേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് 50% ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ 20,000-ന് 50% ഇഷ്യൂ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,000 ഷെയറിന് എത്ര അപ്ലൈ ചെയ്താലും അതിൻ്റെ പകുതി കിട്ടും. അപ്പോൾ 10,000 ഷെയറാണ് ആകെയുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് 20,000 ആണ്. അപ്പോൾ 20,000 അപ്ലിക്കേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 10,000 ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു പ്രൊപ്പോർഷനേറ്റ് ആയിട്ട്. അപ്പോൾ എത്ര ഷെയർ, ആരൊക്കെ എത്ര ഷെയറിന് അപ്ലൈ ചെയ്താലും അവർക്കൊക്കെ പകുതിയാണ് കിട്ടുള്ളൂ. കാരണം ടോട്ടൽ നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് 22-ൽ 2,000 നമ്മൾ റിജക്റ്റ് ചെയ്തു. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് അവിടെ വന്നു. രണ്ടാം ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു, ടോട്ടൽ നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് 20,000 ആണ്. പക്ഷേ നമ്മുടെ കയ്യിൽ 10,000 ഉള്ളൂ. അപ്പോൾ 50% ഷെയർസ് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഇഷ്യൂ ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഈ രണ്ട് മെത്തേഡും തമ്മിലുള്ള കോമ്പിനേഷൻ മെത്തേഡാണ് തേർഡ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. നമുക്കിത് വളരെ ഫലപ്രദമായി മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം. പേജ് നമ്പർ 102, ഇല്ലസ്ട്രേഷൻ 13 ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. അരവിന്ദ് കമ്പനി ലിമിറ്റഡ് വാസ് രജിസ്ട്രേഡ് with an authorized capital of rupees 5 lakh divided into 50,000 shares of rupees 10 each. The company offered 30,000 shares to the public which were payable as follows: rupees 2 per application, rupees 4 on allotment, rupees 4 per share on first and final call. അപ്പോൾ 2 രൂപ അപ്ലിക്കേഷൻ മണി, ദെൻ 4 രൂപ അലോട്ട്മെൻറ്റ്, 4 രൂപ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. അപ്ലിക്കേഷൻസ് were received for 46,000 shares on which the directors allotted as follows. മനസ്സിലായല്ലോ, നമുക്കാകെ 50,000 ഷെയറാണ് ആകെ ഓതറൈസ്ഡ് ക്യാപിറ്റലായിട്ടുള്ളത്. പക്ഷെ അതിൽ നമ്മളിപ്പോൾ ഓഫർ ചെയ്യുന്നു, ഇപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന 30,000 ഷെയറേ ഉള്ളൂ. പക്ഷെ അതിന് നമുക്ക് 46,000 ഷെയറിനുള്ള അപ്ലിക്കേഷൻസ് കിട്ടി. ഇനി നമ്മളോട് പറയുന്നത് ഡയറക്ടേഴ്സ് അലോട്ട് ചെയ്യുന്ന ഷെയർസിൻ്റെ മോഡലാണ് അപ്ലിക്കൻസ് ഫോർ 20,000 ഷെയർസ്. 20,000 അപ്ലിക്കേഷൻസിന് നമ്മൾ എന്ത് ചെയ്തു, ഫുള്ളായിട്ട് ഷെയർ കൊടുത്തു. അപ്പോൾ 20,000-ന് ഫുള്ളായിട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ ബാക്കി പിന്നെ എത്രയുള്ളൂ, 30,000 ആണ് ആകെയുള്ളത്. അതിൽ 20,000 ഷെയർ ഫുള്ളായിട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ ബാക്കി എത്രയാണ്, 10,000 ആണുള്ളത് അല്ലേ. അപ്പോൾ അപ്ലിക്കൻസ് ഫോർ 20,000 ഷെയർസ് ഫുള്ളായിട്ട് ഇഷ്യൂ ചെയ്തു. ദെൻ അടുത്തത് അപ്ലിക്കൻസ് ഫോർ 25,000 ഷെയർസ് 40%, 40%. ദെൻ അപ്ലിക്കൻസ് ഫോർ 1,000 ഷെയർസ് നിൽ. ഇതാണ് കണ്ടീഷൻ. നമുക്ക് ബോർഡിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, അതിനുശേഷം പ്രോബ്ലം ചെയ്യാം. ആൻഡ് അറ്റ് ലാസ്റ്റ് പാരഗ്രാഫ് allotment and call monies were duly received except the final call money on 300 shares. Pass journal entries in the books of the company. അപ്പോൾ ഇതിലൊരു കോൾ സിനേറിയറിൻ്റെ ഒരു കാര്യം കൂടി വരുന്ന ഒരു ജേണൽ എൻട്രിയാണ്. നമ്മൾ ഓൾറെഡി കോൾ സിനേറിയർ പഠിച്ചിട്ടുള്ളതാണ്. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ബോർഡിൽ എങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇതിൻ്റെ ആദ്യം നമുക്കൊന്ന് എക്സ്പ്ലനേഷൻ നടത്താം. എന്താണ് ഇതിൻ്റെ ഇഷ്യൂ. അപ്പോൾ ഇവിടെ നമുക്കറിയാം നമ്മുടെ നമ്പർ ഓഫ് ഷെയർസ് നമ്മുടെ കയ്യിൽ 30,000 ഷെയർസാണ്. ഇതാണ് ഓഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്നത്. ഓഫർ എന്ന് നമുക്ക് പറയണമെന്നില്ല, ഇഷ്യൂ ചെയ്യുന്ന ഷെയറാണ് 30,000. പക്ഷേ അപ്ലിക്കേഷൻസ് കിട്ടിയത് നമ്പർ ഓഫ് ഷെയർസ് 46,000 ആണ്. ദെൻ എക്സസ് അപ്ലിക്കേഷൻ എത്രയാണ്, 16,000 ഷെയറിനാണ് എക്സസ്. ഇനി പറയുന്നത് എന്താണ്, അപ്ലിക്കൻസ് ഫോർ
അപ്ലിക്കൻസ് ഫോർ 20,000 ഫുള്ളായിട്ട് ഇഷ്യൂ ചെയ്യുന്നു. ഫുള്ളായിട്ട് ഇഷ്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 20,000 ഷെയർസ്. ദെൻ അപ്ലിക്കൻസ് ഫോർ 25,000 ഷെയർസ്. അതിനെത്രയാണ്? 40%. 40% എന്ന് പറയുമ്പോൾ 25-ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 2,500 അല്ലേ? 20% 5,000, അപ്പോൾ 10,000 ഷെയർസ്. അപ്പോൾ ഷെയർ കഴിഞ്ഞു, 30,000 ഷെയർ കൂടെ ഫുള്ളായി. അടുത്തത് അപ്ലിക്കൻസ് ഫോർ 1,000 ഷെയർസ്. 1,000 ഷെയർസ് നമുക്കിവിടെ എങ്ങനെ എഴുതാം? അപ്ലിക്കൻസ് ഫോർ 1,000 ഷെയർസ് നിൽ. അപ്പോൾ ഇവിടെ എത്രയായി? 25, 20, 45 ഒന്നും 46 ഷെയർസ് കറക്റ്റായി. ഇവിടെ എത്രയായി? 30,000 കറക്റ്റായി. ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ, ഇതാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ. അപ്പോൾ ആദ്യത്തെ 20,000 ഷെയറിനെ ഫുള്ളായിട്ട് ഇഷ്യൂ ചെയ്തു. അപ്പോൾ 20,000 ഷെയർ കഴിഞ്ഞു. ആകെ നമുക്കുള്ള 30,000 ഷെയറാണ്. അടുത്ത 25,000 ഷെയർസിൽ 40% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25,000-ൻ്റെ 40% എന്ന് പറയുന്നത് എത്രയാണ്? 10,000 ഷെയറാണ്. അപ്പോൾ എത്രയായി? 30,000 ഷെയറായി. ബാക്കി അപ്ലിക്കൻസ് ഫോർ 1,000 ഷെയർസ് എന്ത് ചെയ്യുന്നു? നില്ലാണ്. അവരെ എന്ത് ചെയ്യുന്നു? റിജക്റ്റ് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ സമ്മറി എന്ന് പറയുന്നത്. ഇത്രയാണ് സമ്മറി. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഇതിൽ ഡേറ്റ് തന്നിട്ടില്ല ഈ ക്വസ്റ്റ്യനിൽ, അത് കുഴപ്പമില്ല, ഇപ്പം ഡേറ്റ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ബ്രാക്കറ്റിലെ നമ്മുടെ റിയൽ അപ്ലിക്കേഷൻസ്, ദാറ്റ് ഈസ് 46,000 ഇൻറ്റു അപ്ലിക്കേഷൻ മണി എത്രയാണ്? ₹2 പെർ ഷെയർ ആണ്. 2 രൂപ, ₹2 പെർ ഷെയർ. അപ്പോൾ 46,000 അപ്ലിക്കേഷൻസ് നമുക്ക് കിട്ടി. അതിനോടൊപ്പം അല്ലെങ്കിൽ അപ്ലിക്കേഷൻസ് കിട്ടുന്നത് എന്തിനോടൊപ്പം തന്നെയാണ്? അപ്ലിക്കേഷൻസ് മണിയോടൊപ്പം തന്നെയാണ്. അപ്പോൾ 46,000 അപ്ലിക്കേഷൻ ഇൻറ്റു ₹2, ദാറ്റ് ഈസ് 92,000 റുപ്പീസ്. 92,000 അപ്ലിക്കേഷൻസ് കിട്ടി. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് 92,000. നരേഷ് എഴുതുക. ബീയിങ് അപ്ലിക്കേഷൻ മണി റിസീവ്ഡ്. ബീയിങ് അപ്ലിക്കേഷൻ മണി റിസീവ്ഡ്. ഇനി രണ്ടാമത്തെ ജേർണൽ എൻട്രിയാണ്. ഈ അപ്ലിക്കേഷൻ മണി കിട്ടിയ, റിസീവ് ചെയ്തിട്ടുള്ള അപ്ലിക്കേഷൻ മണി എങ്ങനെ ഫലപ്രദമായി നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ജേർണൽ എൻട്രി. അപ്പോൾ ആദ്യം തന്നെ എഴുതുന്നത് എന്താണ്? ഷെയർ അപ്ലിക്കേഷൻ മണി അക്കൗണ്ട് ഡെറ്റർ. ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ 92,000. ആദ്യം തന്നെ ചെയ്യേണ്ടത് ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് റിയൽ ഷെയർസിൻ്റെ അപ്ലിക്കേഷൻ മണി മാത്രം മാറ്റുക. റിയൽ ഷെയർസ് എത്രയാണ്? 30,000 ഷെയർസാണ്. 30,000 ഷെയർസ് ഇൻറ്റു ₹2, ദാറ്റ് ഈസ് 60,000 ഷെയർസ്, 60,000 ഷെയർസ്. ദെൻ എന്ത് ചെയ്യുന്നു? അടുത്ത ഒരു 1,000 ഷെയർസ് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഷെയർ ഇതിൻ്റെ ഓപ്പോസിറ്റ് റിജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ അപ്ലിക്കേഷനാണ് അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്ന ജേർണൽ എൻട്രി എങ്കിൽ അത് റിട്ടേൺ ചെയ്യുന്ന, റിജക്റ്റ് ചെയ്യുന്ന ജേർണൽ എൻട്രി ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്, ലെറ്റർ ടു ബാങ്ക്
എത്രയാണ്? 1000 ഷെയറിൻ്റെ അപ്ലിക്കേഷൻ മണിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിജക്റ്റ് ചെയ്യുന്നത്. 1000 × 2 2000, 2000. ഇനി എക്സസ് അപ്ലിക്കേഷൻ മണി ഉണ്ട്. എന്താ കാരണം? 25,000 അപ്ലിക്കേഷൻസിന് നമ്മൾ ആകെ കൊടുത്തിട്ടുള്ളത് 10,000 ഷെയർസാണ്. ഞാൻ വീണ്ടും പറയട്ടെ, 25,000 ഷെയർ അപ്ലിക്കേഷൻസിന് നമ്മൾ കൊടുത്തിട്ടുള്ളത് 40% ആണ്, അതായത് 10,000 ഷെയറാണ്. അപ്പോൾ അവരുടെ എക്സസ് ആയിട്ടുള്ളൊരു 15,000 ഷെയർ അപ്ലിക്കേഷൻ മണിയുണ്ട്. അതെവിടേക്ക് മാറ്റുക? ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റുക. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 15,000 × ₹2. എന്താ 15,000? 25-ൽ 25,000 അപ്ലിക്കേഷൻസ് വന്നു. അതിൽ 10,000 ഷെയർ അവർക്ക് ഇഷ്യൂ ചെയ്തു. അപ്പോൾ എക്സസ് അപ്ലിക്കേഷൻ മണിയാണ് 15,000 ഷെയറിന്. അപ്പോൾ 30,000. ടെക്സ്റ്റിൽ സെപ്പറേറ്റ് ആണ് എഴുതിയിട്ടുള്ളത്, പക്ഷേ ഇങ്ങനെയാണ് എഴുതേണ്ടത് ശരിക്ക്, അല്ലെങ്കിൽ ഇതാണ് കുറച്ചുകൂടി ബെറ്റർ എന്നായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ആകെ കിട്ടിയത് 46,000 × 2 ആണ്. 46,000 × 2 ആണ് നമുക്ക് ആകെ കിട്ടിയത്, 92,000. അതിൽ നിന്ന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റിയൽ ഷെയർസിൻ്റെ അപ്ലിക്കേഷൻ മണി, റിയൽ നമ്പർ ഓഫ് ഷെയർസ് 30,000 ആണ്. റിയൽ ഷെയറിൻ്റെ അപ്ലിക്കേഷൻ മണി എവിടേക്ക് മാറ്റുക? ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. റിയൽ നമ്പർ ഓഫ് ഷെയർസ് 30,000 ആണ്. 30,000 × ₹2, ദാറ്റ് ഈസ് 60,000. ഇനി റിജക്റ്റ് ചെയ്യുന്നു. 1000 ഷെയറിന് ഒന്നും കൊടുക്കുന്നില്ല, അത് റിട്ടേൺ ചെയ്യാണ്. അപ്പോൾ ടു ബാങ്ക് 1000 × 2, ദാറ്റ് ഈസ് 2,000. ദെൻ എക്സസ് അപ്ലിക്കേഷൻ മണി ഓൺ 15,000 ഷെയർസ് ട്രാൻസ്ഫേർഡ് ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. അതായത് ഒരു കാറ്റഗറിക്ക്, അതായത് രണ്ടാമത്തെ കാറ്റഗറിക്ക് 25,000 അപ്ലിക്കേഷൻസിന് നമ്മൾ 40% അലോട്ട്മെൻറ്റ് മാത്രമേ നടത്തിയിട്ടുള്ളൂ. അതായത് 10,000 ഷെയർ ആണ് അവർക്ക് ഇഷ്യൂ ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരുടെ എക്സസ് അപ്ലിക്കേഷൻ മണി ഒരു 15,000 ഷെയറിന് ₹2 വെച്ച് 30,000 അവർക്ക് എക്സസ് അപ്ലിക്കേഷൻ മണി ഉണ്ട്. അതെവിടേക്ക് മാറ്റുന്നു? ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി നരേഷൻ കുറച്ച് വലിയ നരേഷൻ എഴുതേണ്ടി വരും. നരേഷൻ എഴുതേണ്ടത് ബീയിങ് അപ്ലിക്കേഷൻ മണി transferred to capital, excess application money on എത്ര ഷെയർസ് ആണ്? എക്സസ് അപ്ലിക്കേഷൻ മണി ഓൺ 15,000 ഷെയർസ് transferred to share allotment and 1,000 share application rejected. 1,000 shares application money returned എന്ന് കൊടുത്തു. മണി റിട്ടേൺഡ്. അപ്പോൾ ഇതിൽ വ്യക്തമാണ്. ബീയിങ് അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ, എക്സസ് അപ്ലിക്കേഷൻ മണി ഓൺ 15,000 ഷെയർസ് ട്രാൻസ്ഫേർഡ് ടു ഷെയർ അലോട്ട്മെൻറ്റ് ആൻഡ് 1,000 ഷെയർസ് അപ്ലിക്കേഷൻ മണി റിട്ടേൺഡ്. അപ്പോൾ റിയൽ ഷെയർസിൻ്റെ അപ്ലിക്കേഷൻ മണി നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. 15,000 ഷെയറിൻ്റെ എക്സസ് അപ്ലിക്കേഷൻ മണി നമ്മൾ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. 1000 ഷെയറിൻ്റെ അപ്ലിക്കേഷൻ മണി നമ്മൾ എന്ത് ചെയ്തു? റിട്ടേൺ ചെയ്തു. റിജക്റ്റ് ചെയ്യുന്ന ഷെയർസിൻ്റെ അപ്ലിക്കേഷൻ മണി റിട്ടേൺ ചെയ്തു. ഇനി വേറെ വലിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. എന്ത് ചെയ്യാം? ഷെയർ അപ്ലിക്കേഷൻ മണി കഴിഞ്ഞാൽ അടുത്ത് എന്താണ്? അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആക്കുക. അപ്പോൾ ഇവിടെ തന്നെ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആക്കാനുള്ള സ്പേസേ ഇവിടെയുള്ളൂ. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഡ്യൂ ആക്കാം. എന്താണ്? അതിലൊന്നും മാറ്റില്ല. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ, ഡിനോമിനേഷൻ എങ്ങനെയാണ്? 30,000 ഷെയറാണ്. 30,000 ഇൻറ്റു ഒരു ഷെയറിന് എത്രയാണ്? ₹4. $1,20,000.
ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 1,20,000. Then narration being share allotment money due. Being share allotment money due. അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആയിക്കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം? ഇനി റിസീവ് ചെയ്യണം. റിസീവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൾറെഡി നമുക്കിവിടെ 10,000 ഷെയർ കൊടുത്തിട്ടുള്ള ആളുകൾക്ക് നമ്മൾ ഓൾറെഡി 30,000 അവരുടെ അഡീഷണൽ എമൗണ്ട് കൂടി ഉണ്ട്. എക്സസ് എമൗണ്ട് ഓൾറെഡി ഷെയർ അലോട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1,20,000-ൽ 30,000 കഴിച്ച് ബാക്കിയുള്ള 90,000 മാത്രമാണ് അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ കളക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എന്തായാലും ബോർഡ് ക്ലീൻ ചെയ്തിട്ട് ക്യാഷ് റിസീവ് ചെയ്യുന്ന റെസീപ്റ്റിൻ്റെ ജേർണൽ എൻട്രി എഴുതാം. അടുത്തത് ഫസ്റ്റ് കോൾ അലോട്ട്മെൻറ്റ് ഡ്യൂ ആക്കി നമ്മൾ അലോട്ട്മെൻറ്റ് റിസീവ് ചെയ്യുന്ന ജേർണൽ എൻട്രി എഴുതാം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ബ്രാക്കറ്റിൽ 1,20,000 ആണ് അലോട്ട്മെൻറ്റ് ഡ്യൂ, മൈനസ് $30,000. ദാറ്റ് ഈസ് 30,000 നേരത്തെ വാങ്ങിയിട്ടുണ്ടല്ലോ. വാങ്ങിയതെന്ന് പറഞ്ഞാൽ എക്സസ് അപ്ലിക്കേഷൻ മണി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ 30,000 ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു share allotment account. Narration to share allotment account 90,000. Narration being balance allotment money received. എന്താണ് ബാലൻസ് അലോട്ട്മെൻറ്റ് മണി റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ? 1,20,000 ആണ് ആകെ കളക്ട് ചെയ്യാനുള്ളത്. അതിൽ 30,000 നേരത്തെ നമുക്ക് അഡ്വാൻസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ള അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്തു. ഇനി ഫസ്റ്റ് കോൾ ഡ്യൂ ആക്കുക, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ 30,000 ഷെയറിന് ഫസ്റ്റ് കോൾ എത്രയാണ്? 4 രൂപ തന്നെ. 4 രൂപ തന്നെ. 4 12 1,20,000. 2 ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 1,20,000. Narration being share first and final call money due. Being share first and final call money due. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോള് 1,20,000 ഡ്യൂ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഇനി നമുക്കിവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടിയുണ്ട്. എല്ലാ പൈസയും കിട്ടി എക്സെപ്റ്റ് ഫസ്റ്റ് കോൾ മണി ഓൺ 300 ഷെയർസ്. നമുക്ക് ഫസ്റ്റ് കോൾ മണി ഒരു 300 രൂപ ഒഴിച്ച് എല്ലാ എമൗണ്ടും കളക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. 300 ഷെയറിനൊഴിച്ച്, 300 രൂപയല്ല, ഫസ്റ്റ് കോളിന് 300 ഷെയർ എടുത്തിട്ടുള്ള ഒരാൾ എന്തടച്ചിട്ടില്ലേ? ഫസ്റ്റ് കോൾ മണി അടച്ചിട്ടില്ലേ? ബാക്കി എല്ലാ പൈസയും കിട്ടി. അപ്പോൾ അത് കോൾ സിനേരിയർ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടും ചെയ്യാം, ചെയ്യാതെയും ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലാക്കാൻ വേണ്ടി കോൾ സിനേരിയറിൽ നിന്ന് എഴുതി വെക്കാം കേട്ടോ. ഇനി ക്യാഷ് പൈസ കിട്ടുന്ന ജേർണൽ എൻട്രി എഴുതാം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 30,000 ആണ് ടോട്ടൽ ഷെയർസ്, -300.
30,000 നിന്ന് 300 പോയി കഴിഞ്ഞാൽ 29,700 വരും അല്ലേ. ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 1,18,800. 1,18,800. ഇതാണ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. ദെൻ കോൾസ് ഇൻ ഏരിയർ എഴുതണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതുകൂടി ഡെബിറ്റ് ചെയ്യണം. കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെറ്റർ. കോൾസ് ഇൻ ഏരിയർ എത്ര ഷെയറിൻ്റെ മുകളിലാണ്? 300 × 4. അപ്പോൾ 3 12, 1,200. 1,200 to share first and final call money. അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് എന്ന് കൊടുത്താലും മതി. ഇസിക്വൽ ടു എത്രയാണ്? ഇതിൽ 30,000 × 3 തന്നെ, ദാറ്റ് ഈസ് 1,20,000. നരേഷൻ ബീയിങ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി റിസീവ്ഡ് except on 300 shares. First and final call money received except on 300 shares. 300 ഷെയർ ഒഴികെയുള്ള ഫൈനൽ കോൾ മണി റിസീവ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ നരേഷനായിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് അവസാനം ഇങ്ങനൊരു കോൾസ് ഇൻ അരിയർ വന്നു എന്നേ ഉള്ളൂ. കോൾസ് ഇൻ അരിയർ എന്താണെന്നും കോൾസ് ഇൻ അരിയറിൻ്റെ ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നും അതിൻ്റെ ജേണൽ എൻട്രി എന്താണെന്നും ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യുന്ന ജേണൽ എൻട്രി എന്താണെന്നൊക്കെ നമ്മൾ വിശദമായിട്ട് നേരത്തെ പഠിച്ചതാണ്. എങ്കിലും ഇവിടെ ആ ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ ഇവിടെ നമ്മളൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. കുട്ടികൾ ഇതിൽ ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ആദ്യത്തെ ഒന്നാമത്തെയും അല്ലെങ്കിൽ എന്താണ് ആദ്യത്തെ 1-2 ജേണൽ എൻട്രീസാണ്. ആദ്യത്തെ ഒന്നാമത്തെ ജേണൽ എൻട്രി എന്താണ്? എക്സസ് അപ്ലിക്കേഷൻ മണി, എത്ര ഷെയറിൻ്റെ അപ്ലിക്കേഷൻ മണി കിട്ടുന്നുണ്ടോ അത് മുഴുവനായിട്ട് നമ്മൾ റെസിപ്റ്റായിട്ട് അല്ലെങ്കിൽ അത് മുഴുവനായിട്ട് റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് ഒന്നാമത്തെ ജേണൽ എൻട്രി. ടെക്സ്റ്റിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ രണ്ടാമത്തെ ജേണൽ എൻട്രിയിൽ, ഒന്നാമത്തെ ജേണൽ എൻട്രിയിൽ നമ്മൾ റിസീവ് ചെയ്യുന്ന അപ്ലിക്കേഷൻ മണി മുഴുവനായിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, എങ്ങനെ അത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ജേണൽ എൻട്രി. ടെക്സ്റ്റിൽ പല രീതിയിൽ പല ജേണൽ എൻട്രികളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ടെക്സ്റ്റ് എഴുതിയിട്ടുള്ളത്. കുറച്ചുകൂടി ബെറ്റർ രണ്ടാമത്തെ ജേണൽ എൻട്രി കോമ്പൗണ്ടായിട്ട് എഴുതുകയും ആ ജേണൽ എൻട്രിയിൽ തന്നെ അതിൻ്റെ ഡിവിഷൻ കാണിക്കുകയാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് നമ്മൾ ആ മെത്തേഡ് യൂട്ടിലൈസ് ചെയ്തത്. അപ്പോൾ കുട്ടികൾ രണ്ടാമത്തെ ജേണൽ എൻട്രി നന്നായിട്ട് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ആ സമയത്ത് ചെയ്യാൻ കാരണം, ആ ഡേറ്റിൽ രണ്ടാമത്തെ ജേണൽ എൻട്രി ആയിട്ട് എന്തുകൊണ്ടാണ് റിജക്ഷൻ ജേണൽ എൻട്രി എഴുതാൻ കാരണം, രണ്ടാമത്തെ ജേണൽ എൻട്രിയിൽ എന്താണ് അലോട്ട്മെൻറ്റ് എഴുതാൻ കാരണമെന്നൊക്കെ ഉള്ള സംശയങ്ങളുണ്ടെങ്കിൽ കുട്ടികൾ ചോദിക്കണം. അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള സമയം അതുകൊണ്ടാണ് അതവിടെ സെക്കൻഡ് ജേണൽ എൻട്രിയിൽ തന്നെ ജേണലൈസ് ചെയ്യാൻ കാരണം. അപ്പോൾ ഈ പ്രോബ്ലം നന്നായിട്ട് പഠിക്കുക. ഇത് നമ്മൾ ഈ തേർഡ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനേഷനൊക്കെ വരുന്നതാണ്. ഇതിലും അഡ്വാൻസ് ചെയ്ത് നമുക്ക് പോകേണ്ടതുണ്ട്. ഈ ടോപ്പിക്കുകളൊക്കെ തന്നെ കുട്ടികൾ +2 പഠിച്ചിട്ടുള്ളതാണ്. എങ്കിലും പ്രോറാറ്റ പലർക്കും ഒരു പേടി സ്വപ്നമാണ് പല സമയത്തും. അങ്ങനെ വിചാരിക്കേണ്ടതില്ല. എത്ര ടഫായിട്ടുള്ള ടോപ്പിക്കാണെങ്കിലും വളരെ ഈസി ആയിട്ട് നമ്മളതിനെ ബേസിക്കായിട്ട് സമീപിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. എന്തായാലും ഇനി നമുക്ക് അടുത്ത പ്രോബ്ലംസൊക്കെ പ്രാക്ടീസ് ചെയ്യാണ് വേണ്ടത്. അടുത്ത ഹെഡിലേക്ക് ഇത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഹെഡിലേക്ക് കടക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത പ്രോബ്ലം ഡിസ്കസ് ചെയ്യാനുള്ള സമയം ഇവിടെ ഇല്ലാത്ത കാരണം കൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.